പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ചെറു വിവരണവുമായിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രസിദ്ധമായ ആനക്കലഹം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം AD 570 മക്കയിലെ ഖുറൈശി ഗോത്രത്തിലെ ബനൂ തൈം വംശത്തിലെ ഒരു ധനിക കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. പിതാവ് അബു ഖുഹാഫ ഉസ്മാൻ എന്നിവരും മാതാവ് സൽമ ഉമ്മുൽ ഖൈർ എന്നിവരുമായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ജാഹിലിയത്തിന്റെ എല്ലാ അനാചാരങ്ങളിൽ നിന്നും വിട്ടുനിന്ന അദ്ദേഹത്തിന്റെ ഉത്തമ സുഹൃത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല നന്മകൾ മാത്രം ശീലിച്ചായിരുന്നു അദ്ദേഹം വളർന്നത്. ഹിജ്റക്ക് മുന്നേയും ശേഷവുമായി അദ്ദേഹം 4 വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആയിഷ റളിയല്ലാഹു അടക്കം 6 കുട്ടികളും ഉണ്ടായിരുന്നു. നബി തിരുമേനിക്ക് പ്രവാചകത്വം ലഭിച്ചപ്പോൾ അതിൽ വിശ്വസിച്ച ആദ്യത്തെ പുരുഷനായ വ്യക്തിയും അബൂബക്കർ റളിയല്ലാഹു ആയിരുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ പ്രിയപ്പെട്ട മകൾ ആയിഷ റളിയല്ലാഹുവിനെ അദ്ദേഹം വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഖുറൈശികളിൽ നിന്ന് പീഡനം അനുഭവിച്ച സമയത്ത് തന്റെ ദേഹം കൊണ്ടും സമ്പത്ത് കൊണ്ടും അബൂബക്കർ റളിയല്ലാഹു തിരുമേനിയെ വളരെയധികം പിന്തുണച്ചു. അദ്ദേഹം വലിയ ദാനശീലനായിരുന്നു. ഒരിക്കൽ തിരുമേനി പറയുകയുണ്ടായി, അബൂബക്കറിന്റെ സ്വത്ത് എനിക്ക് ഉപകരിച്ചതുപോലെ മറ്റൊരാളുടെ സ്വത്തും എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്ന്. അതുപോലെ തിരുമേനിക്ക് ഇസ്രാ മിഹ്റാജ് സംഭവം നടന്നപ്പോൾ അതിനെ സത്യപ്പെടുത്തിയ ആദ്യത്തെ വ്യക്തിയും അബൂബക്കർ റളിയല്ലാഹു ആയിരുന്നു. അതിനുശേഷമാണ് സിദ്ദീഖ്, സത്യപ്പെടുത്തുന്നവൻ എന്ന നാമം അദ്ദേഹത്തിന്റെ പേരിനോട് കൂടി ചേർത്ത് വെച്ചത്. തിരുമേനിക്ക് ഹിജ്റ പോവാൻ അള്ളാഹുവിൽ നിന്നും അനുമതി ലഭിച്ചപ്പോൾ തന്റെ സഹയാത്രികനായി കൂടെ കൂട്ടിയതും അബൂബക്കർ റളിയല്ലാഹു ആയിരുന്നു. ഒരിക്കൽ തബൂക്ക് യുദ്ധവേളയിൽ തിരുമേനി തന്റെ സ്വഹാബത്തിനോടായി വല്ലതും ദാനം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഉമർ റളിയല്ലാഹു തന്റെ വീട്ടിലേക്ക് കൂടി അദ്ദേഹം മനസ്സിൽ കരുതി, ഇത്തവണയെങ്കിലും അബൂബക്കറിനെ എനിക്ക് തോൽപ്പിക്കണം. അങ്ങനെ തന്റെ സമ്പത്തിന്റെ പകുതിയുമായി അദ്ദേഹം തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഉമർ, താങ്കൾ വല്ലതും തന്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹു പറഞ്ഞു, അതെ, ഇത്രയും മാറ്റിവെച്ചിട്ടുണ്ട്. അതിനുശേഷം അബൂബക്കർ റളിയല്ലാഹു വന്നു. അദ്ദേഹത്തോടും തിരുമേനി ഇതേ ചോദ്യം ആവർത്തിച്ചു. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മാത്രമാണ് ഞാൻ മാറ്റിവെച്ചത്. ഉമർ റളിയല്ലാഹു അറിയാതെ പറഞ്ഞുപോയി, താങ്കളോട് മത്സരിക്കാൻ ഇനി ഞാനില്ല, താങ്കളെ പരാജയപ്പെടുത്താനും എനിക്കാവില്ല. അതായിരുന്നു അബൂബക്കർ റളിയല്ലാഹു. ഒരിക്കൽ തിരുമേനി പറയുകയുണ്ടായി, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. അതിലെല്ലാ വാതിലുകളുടെയും ആനുവയിക്കപ്പെടുന്ന ചില വ്യക്തികളുണ്ട്. അതിൽ എൻ്റെ അബൂബക്കർ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നുവെന്ന്. ഒരിക്കൽ സ്വഹാബത്തുമായി ഇരിക്കുമ്പോൾ തിരുമേനി ചോദിച്ചു, ഇന്ന് ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചവരായുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഞാനുണ്ട്. ആരെങ്കിലും മിസ്കിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ഞാനുണ്ട്. ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ? ഞാനുണ്ട്. തിരുമേനി പ്രതിവചിച്ചു, ഈ ഗുണങ്ങളെല്ലാം ഒത്തുചേർന്നുവെന്ന് സ്വർഗം അനിവാര്യമായി എന്ന്. തിരുമേനി രോഗശയ്യയിലായിരിക്കുമ്പോൾ നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാനും അബൂബക്കർ റളിയല്ലാഹുവിനെയായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ തിരുമേനി വഫാത്തായതിനു ശേഷം ആദ്യത്തെ ഖലീഫയായി ജനങ്ങൾ തിരഞ്ഞെടുത്തതും അബൂബക്കർ റളിയല്ലാഹുവിനെയായിരുന്നു. തന്റെ ഭരണകാലത്ത് മുഴുവൻ തിരുമേനിയുടെ ജീവിത രീതിയും ജനസേവനത്തിനുമാണ് അദ്ദേഹം മുൻതൂക്കം കൊടുത്തത്. അങ്ങനെ രോഗശയ്യയിലായിരിക്കെ തന്റെ 63-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അബൂബക്കർ റളിയല്ലാഹുവിനെ പോലുള്ളവർ പോവേണ്ട സ്വർഗത്തിലേക്കാണ് നമുക്കും പോവാനുള്ളതെന്ന ചിന്ത, ഒരു ആത്മവിചിന്തനം നടത്താൻ നമുക്ക് സാധിക്കട്ടെ എന്നും അതുപോലെ അദ്ദേഹത്തെ പോലെയുള്ളവരുടെ ജീവിത രീതി ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.